സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം, ആ പരാമർശമാണ് CJPയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ഇന്ത്യയിലെ യുവജനങ്ങളെ പാർട്ടിയോട് ഉപമിച്ചുകൊണ്ടുള്ളതാണ് ചീഫ് ജസ്റ്റിസിൻ്റെ പരാമർശം. അതിൽ പ്രതിഷേധിച്ചാണ് CJP രൂപം കൊള്ളുന്നത്. ഒരു ഓൺലൈൻ കൂട്ടായ്മയായി ലക്ഷങ്ങളാണ് ഓൺലൈൻ കൂട്ടായ്മയിൽ പങ്കാളിയായത്. അവിടെ നിന്നാണ് നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് എതിരെയുള്ള പ്രതിഷേധമായി ഈ സമരം ആരംഭിക്കുന്നത്. 23ഓളം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത് എന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. അവിടെ നിന്നാണ് CJPയുടെ സമരം ആരംഭിക്കുന്നത്. CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ദില്ലിയിലേക്ക് വരുന്നു. ദില്ലിയിൽ സമരം ആരംഭിക്കുന്നു. അതിനുശേഷം സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചതോടുകൂടി സമരത്തിന് ദേശീയ അന്തർദേശീയ ശ്രദ്ധ ലഭിക്കുന്നു. അപ്പോഴും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ്സാണ്. പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് സമരത്തെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, സമരത്തെ തള്ളിപ്പറയുകയും ചെയ്തു. CJP എന്ന കൂട്ടായ്മ BJPയുടെ ഉൽപ്പന്നമാണ്, BJP ആണ് ഈ കൂട്ടായ്മയ്ക്ക് പിറകിൽ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സമരത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ. എന്താണോ BJP സമരത്തോട് കാണിച്ചത്, അതേ നിലപാട് തന്നെയാണ് ആദ്യം കോൺഗ്രസ് സ്വീകരിച്ചത്, അവഗണിക്കുക എന്ന നിലപാട്. പക്ഷെ അവിടെ ഇടതുപക്ഷം എത്തി. ഇടതുപക്ഷ പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ച് CPIM നേതാക്കൾ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതോടൊപ്പം തന്നെ CPIMന്റെ ഓരോ സംസ്ഥാനത്തെയും നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ നടന്നപ്പോൾ കേരളത്തിൽ നിന്നടക്കമുള്ള CPIM നേതാക്കൾ സമരപ്പന്തലിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. സോനം വാങ്ചുക് സമരം ആരംഭിച്ച ഘട്ടത്തിൽ, നിരാഹാര സമരം ആരംഭിച്ച ഘട്ടത്തിൽ SFIയും നിരാഹാര സമരം ആരംഭിച്ചു, സമര പന്തലിന് തൊട്ടടുത്ത്. എന്ന് വെച്ചാൽ SFI, DYFI, CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ ആദ്യം മുതൽ തന്നെ ഈ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. സമരപ്പന്തലിൽ ആദ്യാവസാനമുണ്ട് CPIM MPമാർ. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള റഹീം MP അടക്കമുള്ള നേതാക്കൾ ആദ്യാവസാനം സമരപ്പന്തലിലുണ്ട്. സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് അവരുടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തത് നാം കണ്ടു. എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ. എന്നാൽ കോൺഗ്രസോ സമരത്തോടൊപ്പം ചേരാൻ തയ്യാറായിരുന്നില്ല. നോക്കൂ, NSU, കേരളത്തിലെ KSUവിന്റെ ദേശീയ സംഘടനയാണ് NSU, നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ, കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന. സമരത്തിൽ എവിടെയും നമുക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല. ഒരു നേതാക്കളുടെയും പ്രസ്താവന കണ്ടില്ല, ഒരു നീല പതാകയും എവിടെയും കണ്ടില്ല എന്നോർക്കണം. എന്ന് വെച്ചാൽ NSU സമരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു. പക്ഷെ എപ്പോഴാണ് കോൺഗ്രസ് സമരത്തോടൊപ്പം ചേർന്നത്? സമരത്തോടൊപ്പം ചേർന്നു എന്ന് പറയാൻ കഴിയില്ല. സമാന്തര സമരം ആരംഭിച്ചത് വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ സമരം ഇന്ത്യയാകെ പടരുന്ന ഘട്ടത്തിൽ, പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ഘട്ടത്തിൽ പാർലമെന്റിൽ പ്രതിഷേധമുയർത്തുകയും പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുകയും ചെയ്തുകൊണ്ടാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോഴും സമരത്തെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സമരത്തെ പിന്തുണച്ച് ഒരു വാക്ക് പറയാൻ തയ്യാറായില്ല കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ നരനായാട്ട് നടന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചിരുന്നു. അപ്പോഴും സമരപ്പന്തലിലേക്ക് രാഹുൽ ഗാന്ധി പോയില്ല, കോൺഗ്രസിന്റെ MPമാർ പോയില്ല, ഇപ്പോഴും പോയില്ല സമരപ്പന്തലിലേക്ക് കോൺഗ്രസിന്റെ MPമാർ. സമാന്തര സമരം നടത്തുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. എന്തുകൊണ്ട് അവർ സമരപ്പന്തലിൽ പോയില്ല? എന്തുകൊണ്ട് CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു വാക്ക് സംസാരിച്ചില്ല എന്നോർക്കണം. എന്ന് വെച്ചാൽ ഈ സമരത്തോട്, ഈ CJP എന്ന കൂട്ടായ്മയോട് അകന്നു നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും നിലപാട് BJPയുടെ ഉൽപ്പന്നമാണ് CJP എന്നാണ്. ആണോ അല്ലയോ എന്നത് കാലം തെളിയിക്കട്ടെ. പക്ഷെ ഇന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ വിദ്യാർത്ഥികൾ നടത്തിയ സമരം BJPക്ക് എതിരെയാണ്, മോദി സർക്കാരിന് എതിരെയാണ്. അവസാനം എന്താണോ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് അവിടെ എത്തി കാര്യങ്ങൾ. പ്രധാന് രാജിവെക്കേണ്ടി വന്നു, ദേവേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. അതല്ലെങ്കിൽ BJP സർക്കാരിന്
വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്ന് പറയാം. ഈ സമരത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ അതിന് അവർക്ക് അർഹതയുണ്ടോ എന്ന് അവർ സ്വയം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇടതുപക്ഷമടക്കമുള്ള ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സമരം ഏറ്റെടുക്കാൻ തയ്യാറായത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും. ആദ്യം കോൺഗ്രസ് ഒറ്റയ്ക്കാണ് സമരം ആരംഭിച്ചത്. അപ്പോഴും കോൺഗ്രസ് ഇതര സംഘടനകൾ ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്യരുത്, ഒറ്റക്കെട്ടായി നീങ്ങണം എന്ന്. പിന്നീട് ഒറ്റക്കെട്ടായി സമരം ചെയ്തു. പക്ഷേ സമാന്തര സമരമായിരുന്നു എന്നോർക്കണം. അതേസമയം കോൺഗ്രസ് ഇതര എംപിമാർ, രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷം സമരക്കാരോടൊപ്പം സമരപ്പന്തലിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുകൂടി ഓർക്കണം. എവിടെ നിൽക്കുന്നു കോൺഗ്രസ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എംപിമാർ ആര് പോയി സമരപ്പന്തലിൽ? മുസ്ലിം ലീഗിന്റെ എംപിമാർ പോയി. പക്ഷേ കോൺഗ്രസിന്റെ എംപിമാർ സമരപ്പന്തലിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് കോൺഗ്രസിന് ഈ സമര വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ യാതൊരു അർഹതയുമില്ല എന്ന് മാത്രമല്ല, ഈ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യണം.